മുസ്ലിം സമുദായത്തിലെ പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന സ്വതന്ത്ര ചിന്തക ജാമിദ ടീച്ചർ. നിലവിലെ നിയമം വച്ച വഖഫ് ബോർഡുകൾ ഒരുപാട് തിരിമറികൾ ചെയ്യുന്നുണ്ട്. ആരുടെ സ്വത്തും തട്ടിയെടുക്കാൻ വഖഫ് ബോർഡുകളെ സഹായിക്കുന്നതാണ് ഇപ്പോഴത്തെ നിയമമെന്നും ജാമിദ ടീച്ചർ പറഞ്ഞു. കോൺഗ്രസ് ഉണ്ടാക്കിയ വഖഫിന്റെ നിയമങ്ങൾ മുതലെടുത്തിട്ടാണ് ഇപ്പോ വഖഫ് ബോർഡ് ഒരുപാട് തിരിമറികൾ ചെയ്തിട്ടുള്ളത്. തിരുച്ചിറപ്പള്ളി ജില്ലയിലെ 1500 വർഷം പഴക്കമുള്ള സുന്ദരേശ്വര ക്ഷേത്രത്തിന് മേൽ അവകാശവാദം ഉന്നയിച്ചത് നമുക്കറിയാം. ആരുടെ സ്വത്തും തട്ടിയെടുക്കാൻ വഖഫ് ബോർഡിനെ സഹായിക്കാൻ കോൺഗ്രസ് ഗവൺമെന്റ് 1995 കൊണ്ടുവന്ന കാടൻ നിയമം. കോൺഗ്രസിന്റെ ഈ നിയമം മുതലെടുത്താണ് വഖഫ് ബോർഡ് ഇക്കണ്ടതെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ബില്ല് നിയമമായാൽ വഖഫ് ഇടപാടുകളിലും സ്വത്ത് തർക്കങ്ങളിലും തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർക്ക് സവിശേഷ അധികാരമുണ്ടാകും. ബോർഡിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനും വ്യവസ്ഥയുണ്ട്. മുസ്ലിം സമുദായത്തിൽ പിന്നോക്കം നിൽക്കുന്ന വനിതകളെയും കുട്ടികളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്.